നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ ജലജ എടുത്തിട്ട് കൊടയുമാണ് നന്ദു. അതെ, നിങ്ങൾ ഇവിടെ വന്ന് കുത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. അവനെ ഞാൻ വിടാൻ പോകുന്നില്ല. അവനെ റിമാൻഡ് ചെയ്ത് കോടതി ഹാജരാക്കാനായിട്ട് പോവാ. പിന്നെ ഇതല്ല, ഇതിനേക്കാളും വലിയ വക്കീലിനെ കൊണ്ടെന്ന് പറഞ്ഞാലും അവൻ പുറത്തിറങ്ങാനായിട്ട് പോകുന്നില്ല. ഒടുവിൽ ജലജയ്ക്ക് ദേഷ്യമായി. പിന്നീട് വക്കീൽ ചോദിച്ചു, ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കണം. ആ, കാണുന്നതിന് തടസ്സമൊന്നുമില്ലെന്ന് പറയണം. അത് കേട്ടപ്പോ ജലജ വക്കീലിനോട് പറഞ്ഞു, സാർ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് നന്ദുവിനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് ജലജ അബിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് വക്കീലും നന്ദുവിനോട് ചോദിച്ചു, അതെ മാഡം, ഒന്നുമല്ലേലും നിങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവല്ലേ, അപ്പൊ ആ പരിഗണനയെങ്കിലും വെച്ച് അവനെ വിടാൻ പാടില്ലേ? സാറേ, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ബന്ധോ സ്വന്തോ ഒന്നുമില്ല, അറിയാലോ. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഞാൻ അങ്ങനെ നോക്കുന്നോളും അല്ല. അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ കുപ്പായം അങ്ങോട്ട് ഊരി വെക്കത്തുള്ളൂ. എന്നെ അതിനൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. വക്കീലിന് മനസ്സിലായി ചില്ലറ കാര്യമൊന്നും അല്ല, അങ്ങനെയൊന്നും പെട്ടെന്ന് വീഴുന്നോളും അല്ല എന്നുള്ള കാര്യം. ഈ സമയത്ത് അബിയാണെങ്കിൽ കൊതുക് കടിയും കൊണ്ട് ലോക്കപ്പിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അബിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അബിയുടെ അടുത്തേക്ക് ജലജ വരുവാണ്. ജലജ കണ്ടതും അബി അമ്മയെന്നൊക്കെ പറഞ്ഞ് ചാടി എഴുന്നേറ്റു. അമ്മേ, വക്കീലിനെ കൊണ്ടുവന്നിട്ടുണ്ടോ അമ്മേ? വക്കീലിനെയൊക്കെ കൊണ്ടുവന്നു, പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നില്ല. എന്താ അമ്മേ, നിന്നെ ജാമ്യത്തിൽ വിടത്തില്ലെന്ന് അവള് പറയണേ. അമ്മേ, ഞാനിവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും നാണക്കേടല്ലേ? അനന്തപുരിയിലെ അനന്തമൂർത്തിക്ക് നാണക്കേടില്ലെന്നാ പറയണേ. പിന്നെ നമുക്ക് എന്തിനാടാ നാണക്കേട്? അമ്മേ, എന്നാലും ഞാനിവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്നെ നേരെ കോടതി ഹാജരാക്കി അവിടുന്ന് ജയിലിലേക്ക് പറഞ്ഞു വിടുമ്പേ, എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോമേ. എടാ, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷെ എങ്കില് നടക്കണ്ടേ? അമ്മ, നവ്യനെ ഒന്ന് ചൂട് പിടിപ്പിക്കുക. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ മോനെ? നവ്യെ ചൂട് പിടിപ്പിക്കാവുന്നതിന് മാക്സിമം ചൂട് പിടിപ്പിക്കുന്നുണ്ട്. അമ്മ, എല്ലാരും കൂടി പണി തരുന്നാന്ന് തോന്നേ. മിക്കവാറും ആ നന്ദു എന്ന് പറയുന്നവള് അനന്തപുരി വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒരു കാരണവശാലും സമ്മതിക്കരുത്. അതെന്താണല്ലോ ഉണ്ടാകാൻ പോകുന്നില്ലടാ. നന്ദു ആ നവ്യയുടെ മുന്നിൽ വെച്ചല്ലേ നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത്. അതുകൊണ്ട് അവൾക്ക് അതിന്റെ പകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവളെ വിളിച്ചിരിക്കുക. നവ്യ പോയി നന്ദു എന്ന് പറയുന്നവളെ ഇവിടെ വന്ന് നിന്നെ ഇറക്കാൻ നോക്കിയിട്ട് ഇറക്കാനും പറ്റില്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ദേഷ്യമുണ്ട് അവളുടെ മനസ്സിൽ. അമ്മ, അതൊന്നും ശരിക്കും ചൂട് പിടിപ്പിച്ചു കൊണ്ടുപോകണം. അതൊക്കെ ഞാൻ ഏറ്റടാ. പിന്നെ അമ്മയ്ക്ക് അറിയാലോ, ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം എന്റെ തലയിലേക്ക് കെട്ടിവെച്ചിരിക്കുക. എടാ, ഞാൻ ആ വക്കീലിനോട് വക്കീല് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞ എന്താണെന്നറിയാവോ? എന്തൊക്കെയോ ജാമ്യമില്ലാത്ത വകുപ്പുകൾ നിന്റെ മേലുണ്ടെന്ന്. അതുകൊണ്ട് നിന്നെ ഇറക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. അമ്മേ, എങ്ങനെയെങ്കിലും ഒക്കെ എന്നെ ഒന്ന് ഇറക്കാൻ നോക്ക്. ഞാൻ നോക്കട്ടെ. വക്കീലുമായിട്ട് സംസാരിച്ച് വേണ്ട എന്നത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. നീ ധൈര്യമായിട്ടിരിക്കുക. അബിയെ കണ്ടു കഴിഞ്ഞപ്പോ ജലജയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൊള്ളരുതായ്മ അവന്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതായിട്ടുണ്ട്. ജലജയുടെ അബിയുടെ അത്ര നല്ല കയ്യിലിരിപ്പ. അവളെയും കൂടെ പിടിച്ച് അകത്തുണ്ടായിരുന്നു. ഒടുവില് കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് ജലജ അവിടുന്ന് പോരുന്നത്. അതേസമയം കനകയുടെയും ഗോവിന്ദന്റെ അടുത്തായിരുന്നു നയന. അങ്ങനെ സംസാരിക്കണ സമയത്ത് കനക പറഞ്ഞു, കണ്ടില്ലേ, അബിയുടെ കയ്യിരിപ്പ് ശരിയല്ല. പക്ഷെ അത് നവ്യ മനസ്സിലാക്കുന്നില്ല. നവ്യയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് വെച്ചാ അങ്ങനെ പറയാനും പറ്റില്ല. അത് പറയാണ്ട് ഞാൻ അങ്ങോട്ട് വന്ന സമയത്ത് എന്തൊക്കെ അവള് വിളിച്ചു പറഞ്ഞെന്ന് മോൾ കൂടെ അറിയാവുന്നല്ലേ? നയന പറഞ്ഞു, അതേമേ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേക്കും എന്ന് പറഞ്ഞു, ഇപ്പൊ ഞങ്ങളുടെ ഒരു ഏക ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോള് മാത്രം. അറിയാലോ, നന്ദുവിന്റെ വിവാഹം മുടങ്ങി ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയാ. ആ സമയത്ത് കനക പറഞ്ഞു, ഇനി ഒരു കാര്യം മോള് വന്നല്ലേ, 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അപ്പോഴേക്കാണ് നയനയുടെ ഫോണും ബെല്ലടിക്കുന്നത്. ദേ, പറഞ്ഞു തീർന്നില്ല, അതിനിപ്പറ അമ്മയാ. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാലും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാന്ന് പറയാ. നയന കോളെടുത്തു. എന്താമ്മേ? അല്ല, മോള് നേരത്തെ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടമ്മേ. ഞാൻ എന്റെ വീട്ടിലേക്കല്ലേ വന്നിരിക്കുന്നേ. അറിയാം, എന്നാലും ദേ കനക ഉണ്ടോ അവിടെ? ഉണ്ട്, ഞാൻ കൊടുക്കാന്ന് പറയണം. അങ്ങനെ കനക കോള് വാങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി പറഞ്ഞു, അതെ, പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം നയനമോളുടെ കാര്യം. അത് പിന്നെ ദേവേനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതെ, അവളുടെ കാര്യമൊക്കെ ഞാൻ നല്ല ഭംഗിക്ക് നോക്കിക്കോളാം. ഇപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ നവ്യയുടെ അബിയുടെയും കാര്യമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ആദർശ് ആ അബി ചെയ്ത കുറ്റം തലയിൽ ഏറ്റെടുത്ത് വെച്ചിരിക്കുവല്ലേ. പാവം, എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകുന്നേ. എന്നിട്ടും അബി അതൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. നവ്യയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചോണ്ടിരിക്കുക. അത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, അത് ശരിയാ, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവണം. നവ്യയുടെ ജീവിതം ഓർത്തിട്ട് മാത്രം ഞങ്ങൾ പിന്നെ ഒന്നും മിണ്ടാത്തെ. അല്ലായിരുന്നെങ്കിൽ പണ്ട് ഞങ്ങൾ എന്തേലും തിരിച്ചടി അവന് കൊടുത്താനെന്ന് പറയാ. അത് കേട്ടപ്പോ കനക പറഞ്ഞു, അതെ, ഞങ്ങളും പലപ്പോഴും ആലോചിച്ച ഒരു കാര്യമാ. അങ്ങനെ ഇത്തിരി സമയം സംസാരിച്ചതിന് ശേഷം പറഞ്ഞു, അതെ, മോളെ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കണം. അപ്പോഴേക്കും കനക പറഞ്ഞു, അവൾ വന്നല്ലേ ഉള്ളൂ, അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി പെറുക്കി കൊടുത്തിട്ട്
അങ്ങോട്ട് വിട്ടേക്കാന്നൊക്കെ പറയണ. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കനവ് കോള് കട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും നയന പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ഉടനെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ അവിടെ ഇരുന്നിട്ട്. കനക പറഞ്ഞു, അതെ, അങ്ങനെയാ സ്നേഹമുള്ള അമ്മായിമ്മമാരെ. ശരിക്കും അമ്മായിമ്മയല്ല, അമ്മയായിട്ടാ ഇപ്പൊ നിന്നെ അവള് നോക്കണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ നയന പറഞ്ഞു, അത് ശരിയാ, നമ്പിയമ്മോളുടെ കാര്യം കൂടെ ഒന്ന് ശരിയായ മതിയായിരുന്നു. ഞാൻ ഓർക്കുക അവളെ കുറച്ചു ദിവസം ഇവിടെ കൊണ്ട് നിർത്തിയാലോന്ന്. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, അതിന് അവള് വരൂന്ന് തോന്നുന്നുണ്ടോ? അവള് വരൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ദേഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാ. നമ്മളെല്ലാവരും കൂടി ചേർന്ന ഇതൊക്കെ നടത്തുന്നേന്ന്. പിന്നെ അവളും കുഞ്ഞുമൊക്കെ പുറമ്പോക്ക എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു സംസാരം ഉണ്ടാവുന്നുണ്ട്. നയന പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റുമേ, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ സഹായിക്കുന്നില്ലേ, ഇതിൽ കൂടുതൽ എങ്ങനെയാ എന്ന് പറഞ്ഞു. എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു നവ്യയുടെ കാര്യത്തില്. പക്ഷെ നവ്യ മാത്രം അത് മനസ്സിലാക്കുന്നില്ലെന്ന്. ആ സമയം ജാനകി ഒരു മാസികയൊക്കെ വായിച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും അജയൻ അങ്ങോട്ടേക്ക് വന്നു. ജാനകി ഇങ്ങനെ മാസികം കൈ പിടിച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്താ നീ അനാമികയെ കുറിച്ച് എങ്ങാനും ഓർത്തോണ്ടിരിക്കുകയാണോ, നിന്റെ മരുമകളെ കുറിച്ച്? ഇതേ അജയേട്ട, വെറുതെ അനാവശ്യം പറയരുത്. ഇപ്പൊ അവൾ എന്റെ മനസ്സിലൊന്നുമില്ല. ഓ, അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതെ, അവൾ എത്തരക്കാരിയാന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ അവളെ ഞാൻ എന്റെ മരുമകളായിട്ടൊന്നും കാണുന്നില്ല. അവളെ കുറിച്ച് ആലോചിക്കാൻ പോലും പോകുന്നില്ല. അതെന്താളും നല്ല കാര്യം തന്നെയാ. പിന്നെ ഒരു കാര്യമുണ്ട് അജയേട്ട, എന്നും പറഞ്ഞുകൊണ്ട് ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ടേക്ക് ഒരിക്കലും ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ എന്തൊക്കെയാ ജാനകി പറയണെന്ന് ചോദിക്കുകയാണ്. അതെ, അവൾ ഈ കുടുംബത്തിലേക്ക് ഒരിക്കലും കയറി വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നയനയുടെ കാര്യം, നയനയെ ഞാൻ എന്താണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. നീ എന്തിനാ നയനമോളെ വിശ്വസിക്കാതിരിക്കുന്നേ? അല്ല, ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അവളും ചരട് വലിക്കുന്നുണ്ടെന്ന് തോന്നേ. അവള് പറഞ്ഞ് വിലക്കണ്ടേ നന്ദുവിനെ? ഇത് കേട്ടിഞ്ഞപ്പോ അജയൻ പറഞ്ഞു, ആര് പറഞ്ഞു വിലക്കുന്നില്ലാന്ന്? നീ കണ്ടോ വിലക്കുന്നുണ്ടോല്ലെന്ന്? ഒരിക്കലും നയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനായിട്ട്. പിന്നെ നിനക്ക് ചില തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നയനമോളോട്. അതുകൊണ്ടാണ് നിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നേ. അത് കേട്ടപ്പം ജാനകി പറഞ്ഞു, അതെ, എനിക്ക് നയനയോട് ഇപ്പൊ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയണേ? അതെ അജയേട്ടാ, ഇതിനേക്കാളും വലിയ തെറ്റിയത് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ആദർശ, എന്നിട്ട് ആദർശിനെ ആരും കുറ്റം പറയണില്ല. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരും കുറ്റം പറയുന്നില്ല. എന്തിനേറെ പറയണു, നയനെ പോലും ഒന്നും പറയുന്നില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ലേ ചെയ്യുന്നേ. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, നിന്നോടെ പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല. അച്ഛനും അമ്മയൊക്കെ ഒരിക്കലും ഒരു തെറ്റിന് കൂട്ടു നിൽക്കുന്നവരാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരിക്കലും അവർ ചെയ്യത്തില്ല. ഇത്രയും കാലമല്ലേ നീ ഇവിടേക്ക് വന്നിട്ട്, ഇതുവരെ ആയിട്ട് നിനക്കതും മനസ്സിലായില്ലേ ജാനകി? പിന്നെ തെറ്റിന് കൂട്ടു നിൽക്കുന്നുണ്ടെന്ന് നീ പറയുന്നു. നീ ആ ജലജയുടെ കൂട്ടായതുകൊണ്ട് എനിക്ക് നിന്നോട് പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ പലതും പറഞ്ഞേനെ. ഇപ്പൊ ഞാൻ എന്താണെങ്കിലും തൽക്കാലത്തേക്കൊന്നും പറയണില്ല. ഇതിനിപ്പം അജയേട്ടൻ ഇനിയിപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അജയേട്ടൻ അങ്ങോട്ട് തെന്നി മാറി പോയാൽ മതി. ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം, ആ നന്ദു എന്ന് പറയുന്നവള് ഈ വീട്ടിലേക്ക് വന്നു കയറാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ജാനകി, നിന്നോട് എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് ഓരോ കാര്യങ്ങൾ കയറത്തില്ലോ. ഞാൻ വെറുതെ പറയാന്ന് മാത്രം. ആയിക്കോട്ടെ, ഇവിടെ തെറ്റ് ചെയ്തവർക്കൊക്കെ ഇവിടെ ശിക്ഷ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ആദർശ് വലിയ തെറ്റ് എന്നൊക്കെയാണ് ജാനകി പറയുന്നത്. പക്ഷെ ജാനകിക്ക് അറിയത്തില്ലോ അതിന്റെ സത്യാവസ്ഥ എന്താന്ന്. അപ്പൊ അഭി തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പത്തിന് അബിയെ പിടിച്ച് ജയിലിലിട്ടു. അപ്പൊ അതിനകത്ത് അബി അത്ര വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അത് രണ്ട് നീതിയല്ലേ കാണിച്ച ഒന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ അതിന് മറുപടി പറയാതെ അജയൻ അങ്ങോട്ട് പോയി. അജയൻ അറിയാം ഇവളോടൊന്നും കൂടുതൽ കടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്ന്. ഇത്തിരി കഴിഞ്ഞപ്പോ ദേവേന്റെ അടുത്തേക്ക് ജാനകി വന്നു. ജാനകിയുടെ മനസ്സിൽ കുറെ സംശയങ്ങളുണ്ട്. അങ്ങനെ വന്നിട്ട് ദേവേനോട് പറഞ്ഞു, അല്ല ഏട്ടത്തി, ഇവിടെയുള്ളവരൊക്കെ അനാമയെ കുറിച്ച് പറഞ്ഞൊക്കെ 100% സത്യവ. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേങ്കില് ആദർശന്റെ ഭാഗത്ത് തെറ്റില്ലാന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അതെനിക്ക് അറിയണം. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അതെ, എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അല്ല, ആദർശിന്റെ മോളാണ് ചന്തുമോള്. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഒരിക്കലും ആ തെറ്റിനെ അംഗീകരിക്കുന്നവരല്ലല്ലോ. പക്ഷെ അവരൊന്നും അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അതുപോലെ തന്നെ ഏട്ടത്തിയാണെങ്കിലും അതെ. അതെന്തുകൊണ്ടാ? ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാനത് അംഗീകരിക്കുകയും ചെയ്തു. അല്ലെങ്കിലും അവൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ കൂടുതലായിട്ട് ഞാൻ ചെയ്യാനും പോയിട്ടില്ല. നിനക്കറിയാലോ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ മാപ്പ് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ആദർശിന്? ഒരിക്കലും ഇല്ല. അല്ല പിന്നെ എന്താ എടുത്തി, ഇപ്പോഴാണെങ്കിലും നവ്യയാണെങ്കിലും ജലജയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുത്തി പറയുന്നുണ്ട് ആദർശിനെ, ചന്തമോളുടെ അച്ഛൻ എന്ന പേര് പറഞ്ഞുകൊണ്ട്. പക്ഷേ എങ്കിൽ ആദർശൊന്നും എതിർത്തൊന്നും പറയുന്നില്ല. ഈ പറയുന്ന നയനയ്ക്ക് അങ്ങനെ ഒരു ബന്ധം അംഗീകരിക്കാൻ പറ്റുമോ? ഒരു പക്ഷെ ആദർശന്റെ കുഞ്ഞാണെങ്കിൽ
നയനയ്ക്ക് ആദർശിനെ പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അതാ പറഞ്ഞത്, നയനും മോളും ഞാനൊക്കെ ആദർശനോടൊപ്പം കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആദർശിന് ഒരു പേടിയുടെ കാര്യമില്ല. പിന്നെ അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതിന്റെ പിന്നിലൊരു ചതിയുണ്ടെന്ന്. അവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, എന്നാലും ഏട്ടത്തേക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലേ? എന്ത് സത്യങ്ങള്? എനിക്കിത് കൂടുതലായിട്ട് ഒന്നും അറിയത്തില്ല. എനിക്ക് എന്റെ മോനെ വിശ്വാസമാ. അത് മാത്രം നോക്കിയാൽ പോരെ, ഞാൻ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്ന പോലുമില്ല. പിന്നെ അവൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവളെ ചന്തുമോളെ ഏറ്റെടുത്തു. അവന്റെ ചന്തുമോളുടെ മുത്തശ്ശിയായി ഞാൻ. അതുപോലെ തന്നെ നയനെ ആദർശും അച്ഛനും അമ്മയായി. അതിലെനിക്ക് സന്തോഷമുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞാ ചന്തുമോള്. അത്ര മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഏടത്തി, ആദർശ് അങ്ങനെ ഒരു തെറ്റിയെന്ന് എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നൊന്നുമില്ല. കാരണം ഇതുവരെ അനഘ എന്നുള്ള പേര് ഈ വീട്ടിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതായിട്ടും അറിയത്തില്ല. പിന്നെ അവൻ അങ്ങനെ ആ പെൺകൊച്ചിനെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ചതി തന്നെ ചെയ്തിരിക്കുന്നേ. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല ജാനകി എന്നൊക്കെ പറഞ്ഞ് ദേവേനി അങ്ങോട്ടേക്ക് പോയി. കൂടുതലൊന്നും പറയാൻ നിന്നില്ല. ദേവേനിക്കറിയാം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും വിളിച്ചു പറയേണ്ടി വരുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ ജലജ ജാനകിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ. ഇപ്പോഴും ആദർശ് തെറ്റ് ചെയ്തിട്ടില്ലെന്നാ ഇവിടെ ഏട്ടത്തി ബാക്കിയുള്ളവരൊക്കെ പറയണ. അതെന്താന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സമയം ജലജ പറഞ്ഞു, ഓ നീ അതൊക്കെ വിശ്വസിച്ചോണ്ടിരുന്നോ? എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദർശ് തെറ്റ് ചെയ്ത് തന്നെയാ. അല്ല, നിന്റെ മരുമോള് തെറ്റിയെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അവള് തെറ്റ് ചെയ്ത് തന്നെയാ. അവളെ ഞാൻ കുറെ വിശ്വസിച്ചു. അതിനുള്ള കൂലി എനിക്കും കിട്ടി. എടി ജാനകി, ഈ പറയുന്ന പോലെ അവള് വലിയ കുഴപ്പക്കാരിയൊന്നുമില്ല. അപ്പോഴേക്കും ജാനകി ജലജയോട് പറഞ്ഞു, ആ കാര്യം നീ പറയണ്ട. കാരണം അവള് കുഴപ്പക്കാരിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാ. കോടതിയില് അച്ഛനെ അമ്മയെ ഉൾപ്പെടെ അവള് കേറ്റിയില്ലേ? അത് മാത്രമാണോ? കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങളാ വിളിച്ചു പറഞ്ഞത്. നവീന് അവളുടെ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നില്ലേ? കല്യാണത്തിന് മുമ്പ് അവള് ഗർഭിണിയായിരുന്നു. അതോടൊപ്പം തന്നെ അവള് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. എന്തൊക്കെ അവളെ കുറിച്ച് പുറത്തു വന്നേ? എടി അതൊക്കെ വെറുതെ പറയുന്ന എന്നൊക്കെ ജലജ പറഞ്ഞു. പിന്നെ വെറുതെ ആണെങ്കിൽ അവള് നിഷേധിക്കണ്ടല്ലേ? ഒന്നും നിഷേധിച്ചില്ലല്ലോ, തെളിവ് സഹിതമല്ലേ കൊണ്ടുവന്നേ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതെന്തേലും ആട്ടെ, പക്ഷേങ്കിൽ ഇതിനേക്കാളും വലിയ തെറ്റ് ഇതുപോലെ ചെയ്ത ഒരുത്തനുണ്ടല്ലോ ഇവിടെ, ആദർശ്. എന്നിട്ട് എന്താ ആരും ഒന്നും ചെയ്യാത്തെ? അതാ ഞാൻ പറഞ്ഞേ, ആദർശിന് മേലെ കുറ്റമില്ലെന്നാണ് ഇവരൊക്കെ ആരോപിക്കുന്നത്. അതൊക്കെ അങ്ങനെയൊക്കെയാ. അച്ഛനും അമ്മയുടെ കാര്യം അറിയാലോ, മൂത്ത കൊച്ചുമാനല്ലേ, അപ്പൊ ഇച്ചിരി വാത്സല്യം കൂടുകയും ചെയ്യും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ നന്ദു എന്ന് പറയുന്ന ആ മൊട്ടേച്ചി ഉണ്ടല്ലോ, അവളെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാ ആദർശിന്റെ നയനയുടെയൊക്കെ ശ്രമം. നീയും അതിന് സമ്മതിക്കുമായിരിക്കില്ലേ? അതൊരു കാരണവശാലും ഇല്ല ജലജെ, അതിന് മാത്രം ഞാൻ സമ്മതിക്കില്ല. ഒരു വീട്ടിൽ നിന്ന് 3 പെൺകുട്ടികൾ ഈ കുടുംബത്തിലെ മരുമകളായിട്ട് വരണ്ട. അതെന്താണേലും എന്റെ മോള് നവ്യയെ സമ്മതിക്കത്തില്ലടി. അവള് ഇതിനെ എതിർത്തോണ്ടിരിക്കുക. അവളുടെ അനുജത്തി ഈ വീട്ടിലേക്ക് കടന്നു വരാനായിട്ട് ഒരു കാരണവശാലും അവള് സമ്മതിക്കത്തില്ല. ഇനിയിപ്പൊ നീ എന്നല്ല ആരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്താലും അവള് സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോ നവ്യ എന്ത് ചെയ്യണമെന്ന് മുറിക്കാത്ത ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം. അപ്പോഴേക്കുമാണ് ജലജയുടെ വരവ്. ജലജ വന്നിട്ട് പറഞ്ഞു, എന്റെ മോളെ, ഇവിടെ നടക്കുന്ന വല്ലതും നീ അറിയുന്നുണ്ടോ? ഇപ്പോഴാ ജാനകി ഉണ്ടല്ലോ, അവളും ഇപ്പം ആ അവളുടെ ഭക്ഷത്താ, നയനയുടെ ഒക്കെ ഭക്ഷത്താ. എന്താ പറഞ്ഞേ? അതെ, അനാമിക ഇപ്പൊ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവൾ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഹബി ഇപ്പൊ സ്വർണ്ണക്കടത്ത് കേസ് പെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് കളിയാക്കി പറയുന്നുണ്ട്. ഇല്ലാത്തൊക്കെ അങ്ങോട്ട് പറയാണ്. എന്നാലും ആദർശ് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അവർക്കതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ ഹബി എന്തോ വലിയ തെറ്റ് ചെയ്തെന്നും പറഞ്ഞോണ്ടാ. അപ്പോഴേക്കും നബി ചാടി എഴുന്നേറ്റു. എനിക്കറിയാമേ, എന്നാലും എന്റെ മോളെ, നമ്മുടെ അബിയെ കുരുക്കില്ല എല്ലാരും കൂടെ കൂടിയിട്ട്. ഞാൻ പറയുമായിരുന്നല്ലോ അവനും ഞാനും നീയൊക്കെ പുറമ്പോക്കാന്ന്, എന്നിട്ട് നീ വിശ്വസിച്ചോ? അപ്പോഴേക്കും നബി പറഞ്ഞു, അതെ, ഇപ്പൊ എനിക്ക് വിശ്വാസമായി. മുമ്പ് അമ്മയൊന്നും പറഞ്ഞപ്പോ ഞാൻ അത്ര വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ അബിയെ തല്ലി ചതയ്ക്കുകയോ ചെയ്ത നന്ദു, എന്റെ അനുജത്തി എന്ന് പറയുന്നവള്, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. വീട്ടിലായിരുന്ന സമയത്ത് മുമ്പ് അവളും നായനും തമ്മിലായിരുന്നു ഏറ്റവും കൂടുതൽ അടുപ്പം. ഞാനന്നും വെറുതെക്കാരിയൊക്കെ തന്നെയായിരുന്നു. എന്നെ അവര് കൂടത്തി കൂട്ടിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഇനി അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അല്ലെങ്കിലും ഇനിയിപ്പൊ ആ നന്ദു എന്ന് പറയുന്നവളും നയനെ എനിക്ക് ആരുമല്ല. ആ സമയം നന്നായിട്ട് നബിയുടെ മനസ്സൊന്ന് ചൂട് പിടിപ്പിക്കാണ്ട് ജലജ തീരുമാനിച്ചു. ജലജ പറഞ്ഞു, അല്ലേലും ശരി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എനിക്ക് എന്തൊക്കെ ഇതാ കൊടുത്തിരിക്കുന്നത്. 3 ബ്രാഞ്ച് ഏൽപ്പിച്ചു. ഇപ്പൊ വീണ്ടും ബ്രാഞ്ചസ് ഒക്കെ ഏൽപ്പിക്കാൻ തുടങ്ങുക. ആദർശ കമ്പനിയുടെ MD-യാ. നിന്റെ ഭർത്താവിനോ അബിക്ക് എന്തേലും സ്ഥാനമാനങ്ങൾ കൊടുത്തോ? അപ്പോഴേക്കും
നവ്യ പറഞ്ഞു അത് ശരിയാ, അവരെന്തേലും തിരിമറി ഇച്ചിരൊക്കെ ചിലരൊക്കെ നടത്തി കാണും, അതിന് മാത്രം വലിയ കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേങ്കില് അഭിയെ എല്ലാരും കൂടെ കൂടിയിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. ആ ഇപ്പോഴെങ്കിലും നിനക്ക് അത് മനസ്സിലായല്ലോ നവ്യെ, നമുക്ക് ഇതിനെതിരെ ശക്തമായിട്ട് പോരാടണം. ഒരവസരം കിട്ടിയാൽ നമുക്ക് തിരിച്ചടിക്കണം, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. അതെനിക്ക് അറിയാമോ എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയും ജലജയും കൂടെ ആ, പുതിയ കൂട്ടുകക്ഷി ഉണ്ടാക്കുവാണ്. രണ്ടുപേരും കൂടെ ചക്കി കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞ കണക്ക് നവ്യയുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കുക. അത് മാത്രമായിരുന്നു ജലജയുടെ മനസ്സിൽ ആഗ്രഹം. അത് വെച്ച് എല്ലാവരും തകർക്കുക. അങ്ങനെ ആ ഉദ്ദേശം ലക്ഷ്യത്തിൽ എത്തുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.